ഇക്കഴിഞ്ഞ നീറ്റ് 2024 പരീക്ഷയിൽ പല ബ്രില്യൻ സ്റ്റഡി സെൻ്ററിലെ വിദ്യാർത്ഥികൾ കരസ്ഥമാക്കുന്നത് വലിയ വിജയമാണ്. അപ്പോൾ അത്തരത്തിൽ ഒരു 700-ന് മുകളിലേക്ക് മാർക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വിദ്യാർത്ഥിനിയാണ് നമ്മുടെ ക്യാമ്പസിലേക്ക് വീണ്ടും എത്തിയിരിക്കുന്നത്. പേരൻസിനോടൊപ്പം നമ്മുടെ ഡയറക്ടറിനെ അതുപോലെ തന്നെ നമ്മുടെ ക്യാമ്പസൊക്കെ ഒന്ന് ഒരിക്കൽ കൂടി കാണുന്നതിന് വേണ്ടിയിട്ട് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഓൺലൈൻ റിപ്പീറ്റേഴ്സ് ബാച്ചിലെ വിദ്യാർത്ഥിനിയായിരുന്നു. അഞ്ജന എന്നാണ് പേര്, തൃശ്ശൂർക്കാരിയാണ്. അപ്പോൾ നമുക്ക് അഞ്ജനയോട് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ചോദിക്കാം. മോളെ അഭിനന്ദനങ്ങൾ ആദ്യമായി. അപ്പോൾ എന്ത് തോന്നുന്നു ഈ ഒരു അവസരത്തിൽ? അപ്പോൾ കുറേ നാളത്തെ ഒരു പരിശ്രമമായിരുന്നു. അപ്പോൾ ഇത്രയും നല്ലൊരു സ്കോറിലേക്കൊക്കെ എത്താൻ പറ്റുമെന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നോ? പ്രതീക്ഷ ഉണ്ടായിരുന്നു, പിന്നെ അതിലേറെ ആഗ്രഹവും ഉണ്ടായിരുന്നു. ഇത്രയും ചെറുപ്പം തൊട്ടേ ഡോക്ടർ ആവണമെന്നുണ്ടായിരുന്നു. പക്ഷേ അത് ഒരു 10th ഒക്കെ കഴിഞ്ഞപ്പോഴാണ് ഇതിനെപ്പറ്റി സീരിയസ് ആയിട്ട് ചിന്തിച്ചു തുടങ്ങുന്നത്. ഈ ചെറുപ്പത്തിലെ ഡോക്ടർ ആവണമെന്ന് തോന്നാൻ പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണങ്ങളുണ്ടായിരുന്നോ? ഈ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഡോക്ടർമാരെ കണ്ട് അങ്ങനെ ഒരു പ്രചോദനം ഉണ്ടാവുകയോ അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞോ? ഇല്ല, അങ്ങനെ ആരും പറഞ്ഞ് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഒരു 10th കഴിഞ്ഞ സമയത്താണ്, അതിനുശേഷം പിന്നെ അങ്ങനെ പല ഇൻസിഡൻസും ഒന്ന് ആ ഒരു ആഗ്രഹം ട്രിഗർ ചെയ്യുന്ന പോലത്തെ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഉറപ്പിച്ചു ഡോക്ടർ എന്തായാലും ഡോക്ടർ ആവും എന്നുള്ളത്. അപ്പോൾ ഇത്തവണത്തെ പരീക്ഷ എഴുതി കഴിഞ്ഞപ്പോൾ ഈ ഒരു റേഞ്ചിലേക്ക്, അതായത് ഒരു 700 എബോവ് എത്തും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നോ നമ്മൾ പഠിക്കുന്ന ഒരു സമയത്ത്? പഠിക്കുന്ന സമയത്ത് ചിലപ്പം എസ്പെഷ്യലി മോഡൽ എക്സാംസിന്റെ മാർക്ക് ഇടയ്ക്ക് കുറയുമ്പോൾ ഒക്കെ ഒരു ഡൗട്ട് ചിലപ്പോൾ തോന്നാറുണ്ട്. പക്ഷെ എന്നാലും ടീച്ചേഴ്സിൻ്റെ ഒക്കെ സപ്പോർട്ട്, അവർ ശരിക്കും പറയുമായിരുന്നു ഇതൊന്നും നോക്കണ്ട, ഇതിനെക്കാട്ടിൽ എന്തായാലും 700+ തന്നെ കിട്ടുമെന്നുള്ളതല്ലേ. അപ്പോൾ മോഡൽ എക്സാമിൽ ആ ഒരു റേഞ്ചിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നോ? 700 എന്നുള്ള ഇത്ര മാർക്ക് കിട്ടിയിട്ടില്ല. റിയൽ എക്സാമിൽ കിട്ടിയ മാർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, എക്സാം കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ എന്താണ് പെട്ടെന്ന് മനസ്സിലേക്ക് വന്നത്? നല്ല സന്തോഷം ഉണ്ടായിരുന്നു. കാരണം അപ്പോൾ തന്നെ നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. എക്സാം എഴുതിക്കൊണ്ടിരിക്കലേ തന്നെ ഞാൻ വിചാരിച്ച പോലെ തന്നെ ചെയ്യാൻ പറ്റി എന്നുള്ളത്, അതിന്റെ സന്തോഷം കഴിഞ്ഞിറങ്ങിയപ്പോൾ ആദ്യം എന്ത് ചെയ്തു? പേരൻസിനെ വിളിച്ച്? അച്ഛനായിരുന്നു കൂടെ വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ തന്നെ പറഞ്ഞു ഇങ്ങനെ എന്തായാലും. സെന്റർ എവിടെയായിരുന്നു എക്സാം? തൃശ്ശൂരായിരുന്നു. അച്ഛനോടൊപ്പം തന്നെ പറഞ്ഞു എന്തായാലും ഈ വട്ടം കിട്ടും, നല്ലൊരു മാർക്ക് പ്രതീക്ഷിക്കാം എന്നുള്ള രീതിയിൽ തന്നെ പറഞ്ഞല്ലേ. അപ്പോൾ എന്തായിരുന്നു ഓൺലൈൻ കോഴ്സ്, അതായത് ഓൺലൈൻ റിപ്പീറ്റേഴ്സ് ബാച്ചിലേക്ക് വരാനായിട്ടുണ്ടായ ഒരു കാരണം എന്തായിരുന്നു? ഓൺലൈൻ ചൂസ് ചെയ്യാൻ കാരണം മെയിനായിട്ട് ഞാൻ കുറച്ച് ഹോം സിക്ക് ആണോ എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഏറ്റവും കംഫർട്ടായിട്ട് വീട്ടിലിരുന്ന് പഠിക്കാൻ പറ്റും. അപ്പോൾ ഈ സമയത്ത് പഠിക്കുന്നത് ഏറ്റവും കംഫർട്ടായിട്ടിരുന്ന് പഠിക്കുക എന്നുള്ളതാണുള്ള കാര്യം. അപ്പോൾ വീട്ടിലാവുമ്പം വേറെ അങ്ങനെ ഡിസ്ട്രാക്ഷൻസ് ഒന്നുമില്ല. എനിക്ക് ചേട്ടനാണുള്ളത്. അപ്പോൾ പിന്നെ അങ്ങനെ. ചേട്ടൻ എന്ത് ചെയ്യുന്നത്? ചേട്ടൻ ഡിപ്ലോമ ചെയ്യുന്നു. അപ്പോൾ മൊത്തത്തിൽ കംഫർട്ടായിരുന്നു. പിന്നെ ക്ലാസ്സുകളായാലും ഓൺലൈൻ്റെ ഏറ്റവും ബെസ്റ്റ് ടീച്ചേഴ്സാണ് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ യൂട്യൂബിലൊക്കെ ഡെമോ ക്ലാസ്സൊക്കെ നോക്കിയപ്പോൾ നല്ലതായിട്ട് തോന്നി. അപ്പോൾ നിങ്ങൾക്ക് ഈ പഠിക്കുന്നതിൻ്റെ സമയത്ത് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ അതൊക്കെ എങ്ങനെയായിരുന്നു പെട്ടെന്ന് ക്ലിയർ ചെയ്തുകൊണ്ടിരുന്നത്? അത് നമുക്ക് ഒത്തിരി ഓപ്ഷൻസ് ഉണ്ടായിരുന്നു ഡൗട്ട് ക്ലിയർ ചെയ്യാനായിട്ട്. നമുക്ക് ഡെയിലി എന്ന് പറഞ്ഞപ്പോൾ ബേസിക് ലൈൻ ക്ലാസ് കഴിഞ്ഞപ്പോൾ തന്നെ പ്രൊഫസേഴ്സിനോട് ഡയറക്റ്റ് ചോദിക്കുമായിരുന്നു ആ ദിവസത്തെ ഡൗട്ടുകൾ. പിന്നെ വീക്ക്ലി ഡൗട്ട് ക്ലിയറൻസ് സെഷൻസ് ലൈവായിട്ട് ഒത്തിരി നേരം ഉണ്ടായിരുന്നു. നമ്മുടെ ഡൗട്ട് ക്ലിയർ ചെയ്ത് തരുന്ന വരെ ടീച്ചേഴ്സ് നമ്മുടെ കൂടെ തന്നെ നിൽക്കുമായിരുന്നു. പിന്നെ ലേണിംഗ് ആപ്പ്, അതിൽ ഒത്തിരി ഡൗട്ട് ഞാൻ അങ്ങനെയാണ് മിക്കതും സോൾവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമുക്ക് എത്ര ഡൗട്ട് വേണമെങ്കിലും പോസ്റ്റ് ചെയ്താലും അതിന് വേഗം തന്നെ ആൻസർ കിട്ടുമായിരുന്നു. അപ്പോൾ മോള് പറഞ്ഞ പോലെ ഇപ്പോൾ മോഡൽ എക്സാമിൻ്റെ ഒക്കെ ഒരു സമയത്ത് അല്ലെങ്കിൽ പഠിക്കുന്ന ഒരു സമയത്ത് കുറച്ച് ഡൗൺ ആവുന്ന ഒരു സിറ്റുവേഷൻ എല്ലാ കുട്ടികൾക്കും ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിനെയൊക്കെ എങ്ങനെയാണ് മോൾ ഓവർകം ചെയ്തത്? മെയിനായിട്ട് അതിനെന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള എൻ്റെ ക്ലാസ് ടീച്ചറാണ്, നിത്യ മിസ്സാണ്. മിസ്സ് ശരിക്കും ഓരോ എക്സാംസ് കഴിയുമ്പോഴും എല്ലാ ദിവസവും എന്ന് പറഞ്ഞ പോലെ മിസ്സ് വിളിക്കുമായിരുന്നു. എന്നിട്ട് നല്ല സപ്പോർട്ടായിരുന്നു മിസ്സ്. ഇപ്പോൾ നമ്മൾ ഡൗൺ ആയി പോയാലും ഞാൻ തന്നെ ഒരു ഡൗട്ട് വന്നാൽ പോലും മിസ്സ് പറയും ഇല്ല അങ്ങനെയൊന്നും ഇല്ല, എന്തായാലും കിട്ടും, ആഗ്രഹിച്ച കോളേജിൽ തന്നെ കിട്ടുമെന്ന് പറഞ്ഞ് മിസ്സിന് എന്നെക്കാളും കൂടുതൽ വിശ്വാസമായിരുന്നു. അതെ, പിന്നെ അമ്മയൊക്കെ ആയിരുന്നാലും പറയും ഇത് കുഴപ്പമില്ല. പിന്നെ ആദ്യമൊക്കെ നമുക്കും ഡൗട്ട് തോന്നി തുടങ്ങും, പിന്നെ അത് കുഴപ്പമില്ല. അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാവർക്കും ഇങ്ങനെ തന്നെയായിരിക്കും. ആദ്യം മാർക്കൊക്കെ കുറഞ്ഞു വന്നാലും പഠിച്ച് ശരിയായി വരും എന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു. ഈ ലേണിംഗ് ആപ്പിന്റെ ഒക്കെ ഒരു യൂസ് എങ്ങനെയായിരുന്നു? തീർച്ചയായിട്ടും അത് മെയിനായിട്ട് ഈ പറഞ്ഞാൽ ഡൗട്ട് ക്ലിയർ ചെയ്യാനാണ്. നമുക്ക് ക്ലാസ്സുകളൊക്കെ ലൈവായിരുന്ന കാരണം, പിന്നെ അതിലും വേറെ പല പ്രൊഫസേഴ്സിൻ്റെയും ക്ലാസ്സുകളുള്ള കാരണം നമുക്ക് ഏതെങ്കിലും ഒരു ക്ലാസ് ഡൗട്ട് ഉണ്ടെങ്കിൽ തന്നെ അതിൽ വേറെ ഒത്തിരി ക്ലാസ്സുകൾ അവൈലബിൾ ആയിരുന്നു. അപ്പോൾ പിന്നെ അത് നോക്കായിരുന്നു. പിന്നെ എക്സാംസ് എഴുതാനായിട്ട് ഒത്തിരി എക്സാംസ് ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ എക്സാംസ് എഴുതിയാണല്ലോ അത് കൂടുതൽ നല്ല രീതിയിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ അതിന് തീർച്ചയായിട്ടും സഹായിച്ചിട്ടുണ്ട്. അതായത് പല മോഡൽ, അതായത് ഈസി, മീഡിയം, ടഫ്, അങ്ങനെ പല റേഞ്ചിലുള്ള എക്സാംസ് ഉള്ള കാരണം
നമ്മൾ ഏറ്റവും കംഫർട്ടബിൾ ആവുന്ന ഒരു എക്സാംസ് എഴുതി പഠിക്കാനും ഡൗട്ട് സോൾവ് ചെയ്യാനും ഈ ക്ലാസ്സിൽ ഡൗട്ട് ആണെങ്കിൽ അത് സോൾവ് ചെയ്യാനൊക്കെ എല്ലാത്തിനും അതിൽ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഓക്കെ, അപ്പോൾ ഈ യഥാർത്ഥ നീറ്റ് എക്സാം എന്ന് പറയുന്നത് ഓഫ്ലൈൻ മോഡിലാണല്ലോ. അപ്പോൾ നിങ്ങൾ ഓൺലൈൻ സ്റ്റുഡൻസിനെ സംബന്ധിച്ച് നിങ്ങൾ എക്സാം ഒക്കെ എഴുതുന്നത് ഓൺലൈൻ ആയിരിക്കും, അപ്പോൾ ടൈമൊക്കെ മാനേജ് ചെയ്യുന്നത് ഓൺലൈൻ എന്നുള്ള രീതിയിലായിരിക്കും. അപ്പോൾ ശരിക്കും ഓഫ്ലൈൻ പരീക്ഷകൾ എഴുതുന്ന ആ ഒരു സിസ്റ്റത്തിലോട്ട് എങ്ങനെ നമ്മൾ വന്നേ? ഞങ്ങൾക്ക് കോഴ്സിൻ്റെ ലാസ്റ്റൊക്കെ ആയപ്പോഴത്തേനും ഓഫ്ലൈനായിട്ട് എഴുതാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ അതെവിടെ പോയിട്ടാണ് എഴുതിയത്? അത് നമുക്ക് ആദ്യമൊക്കെ മെയിൻ സെൻറ്ററുകളിൽ മാത്രമായിരുന്നു. അപ്പോൾ നമുക്ക് തൃശ്ശൂർ സെൻറ്ററിൽ അവൈലബിൾ ആയിരുന്നു. പിന്നീട് മോഡൽ എക്സാംസ് ഒക്കെ ഒത്തിരി സീരീസ് പോലെ ആയി തുടങ്ങിയപ്പം നമ്മുടെ അടുത്തുള്ള പല സെൻറ്ററിൻ്റെ നമ്പർ കൂട്ടിയ കാരണം നമ്മുടെ അടുത്തേക്ക് തന്നെ വന്നു. അപ്പോൾ അത് വഴിയിട്ടാണ് ഈ ഓഫ്ലൈനായിട്ട് എഴുതി പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മോളെ ഒരുപാട് സ്റ്റഡി മെറ്റീരിയൽസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടല്ലോ പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പം അതെങ്ങനെയായിരുന്നു അതിൻ്റെയൊക്കെ ഒരു യൂസ്? അത് ഡെയിലി ബേസിസിൽ ചെയ്തു പോകുന്നതാണ് എനിക്ക് കൂടുതൽ കംഫർട്ടബിൾ ആയിട്ട് തോന്നിയിട്ടുള്ളത്. കാരണം നമ്മൾ ഒരു ദിവസം പഠിപ്പിച്ച ക്ലാസ്സിൻ്റെ അതേ ക്വസ്റ്റ്യൻസ് അതിൽ കൂടെ കടന്നു പോകുമ്പം പഠിച്ച കോൺസെപ്റ്റ് എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ളത് ഏറ്റവും നന്നായിട്ട് അന്നന്ന് ചെയ്തു പോകുമ്പം അതിൻ്റേതായിട്ടുള്ള യൂസ് കിട്ടുന്നുണ്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞോണം കുറേ ടെക്സ്റ്റുകളുണ്ട് ക്വസ്റ്റ്യൻസ് ചെയ്യാനായിട്ട്. അതിൽ തന്നെ പല മോഡൽ ക്വസ്റ്റ്യൻസ് ഉള്ളത് കാരണം ഒരു സിംഗിൾ കൺസെപ്റ്റിൻ്റെ ഏതൊക്കെ വെറൈറ്റി ക്വസ്റ്റ്യൻസ് വരാമോ അത് ഫുൾ ബുക്സ് ഇവിടെ കടന്നു പോകുമ്പോൾ നമുക്ക് കിട്ടുമായിരുന്നു. അപ്പോൾ അത് തീർച്ചയായിട്ടും വളരെ ഹെൽപ്ഫുള്ളായിരുന്നു. ഓക്കെ, അപ്പോൾ അഞ്ജനയുടെ അമ്മ എന്താണ് പേര്? രാജി. എന്താ ചെയ്യുന്നത്? അമ്മ ചെയ്യണില്ല, വീട്ടിൽ കുറേശ്ശെ ടൈലറിങ് ഉണ്ട്. ടൈലറിങ് പരിപാടികളൊക്കെ ഉണ്ടല്ലേ. ഓക്കെ, അപ്പോൾ അഞ്ജനയ്ക്ക് വീട്ടിൽ ഇരുന്ന്, ഇപ്പോൾ അഞ്ജന പറഞ്ഞു വീട്ടിലായിരുന്നു ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് ഇരുന്ന് പഠിക്കാൻ പറ്റുന്ന ഒരു ഇതെന്ന്. ശരിക്കും എന്തായിരുന്നു അങ്ങനെ ഒരു മോൾക്ക് ചെറുപ്പത്തിൽ മുതലേ അങ്ങനെ ഹോം സിക്നെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നോ? അവൾക്ക് എന്താ വെച്ചാൽ അച്ഛനും അമ്മയോടെ ഒക്കെ ഭയങ്കര അടുപ്പം ഒക്കെ ആയിരുന്നു. അവൾക്ക് വീട്ടിൽ നിന്ന് മാറി നിൽക്കാൻ ഒരു ബുദ്ധിമുട്ടായിരുന്നു ചെറുതിലേ തന്നെ. അതുകൊണ്ട് തന്നെ ആ ഒരു വീട്ടിൽ ഇരുന്ന് പഠിക്കാനായിട്ട് ആൾക്ക് നല്ല കോൺഫിഡൻറ്റോട് കൂടി പഠിക്കാനുള്ള ഒരു ഏറ്റവും സുഖം അതായിരുന്നു. ചെറുപ്പം മുതലേ എങ്ങനെ പഠിക്കുന്ന ഒരു പറഞ്ഞു കൊടുത്ത് പഠിക്കണമായിരുന്നു അത്? അല്ലല്ല, അവള് സ്കൂളിൽ ചേർത്തിയപ്പോ തൊട്ട് അവള് തന്നെത്താൻ പഠിക്കുമായിരുന്നു. എന്റെ സഹായമൊന്നും വേണ്ടി വന്നിട്ടില്ല. അപ്പൊ സമയമൊക്കെ കണ്ടെത്തി സ്വന്തമായി ചൂസ് ചെയ്ത് പഠിക്കൊന്നും വേണ്ട, ഒക്കെ തന്നെ താൻ ചെയ്തോളൂ. ഓക്കെ, അപ്പോൾ എന്ത് തോന്നുന്നു ഈ ഒരു അവസരത്തിൽ? ഭയങ്കര സന്തോഷം. എന്താണ് അച്ഛൻ്റെ പേര്? ഗിരീശൻ. എന്താ ചെയ്യുന്നത്? ഇലക്ട്രിക്കൽ വർക്ക്. ഓക്കെ, അപ്പോൾ എന്ത് തോന്നുന്നു ഈ ഒരു സമയത്ത് ഇത്രയും നല്ലൊരു മാർക്ക് മോൾക്ക് നീറ്റിന് കിട്ടി? വളരെയധികം സന്തോഷമാണ്. അപ്പോൾ ഈ മോൾക്ക് ഈ ചെറുപ്പം മുതലേ ഇങ്ങനെ ഡോക്ടർ ആവണമെന്നൊക്കെ ഇങ്ങനെ പറയാറുണ്ടായിരുന്നു വീട്ടിൽ നിന്ന്? LKG UKG തൊട്ട് ഒറ്റയ്ക്ക് പഠിച്ച് നന്നായിട്ട് ഒരു ട്യൂഷനും പോകാണ്ടാണ്. +2 +1 SLC ഇതൊന്നും ട്യൂഷൻ ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് ഇവിടെ വേണമെന്ന് പറഞ്ഞു നല്ല മാർക്ക് കിട്ടിയപ്പോൾ ഇവിടെ നമുക്ക് സ്കോളർഷിപ്പോട് കൂടി പഠിക്കാൻ. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഓൺലൈനായിട്ട് ആൾക്ക് വീട്ടിൽ ഇരുന്ന് പഠിക്കുന്നതിന് മറ്റ് ഒരു കുഴപ്പമുണ്ടായില്ല. 24 മണിക്കൂറും പഠിക്കാൻ നല്ല സൗകര്യം അവിടെ. അപ്പോൾ ബ്രില്യൻറ്റിനെ കുറിച്ചൊക്കെ മോള് പഠിക്കുന്ന സമയത്തൊക്കെ പറയാറുണ്ടായിരുന്നോ? ഞാൻ എല്ലാ ആഴ്ചയിലും ഇവിടെ താമസിച്ചിരുന്ന സമയത്ത് വന്നിരുന്നു. പിന്നെ നിങ്ങളുടെ സ്ഥാപനത്തിനെ കുറിച്ച് നല്ല മതിപ്പാണ്. അപ്പോൾ എൻട്രൻസിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരു വിദ്യാർത്ഥിനിയെ സംബന്ധിച്ച് ആ വിദ്യാർത്ഥിയുടെ കൂടെ എപ്പോഴും നമ്മുടെ ബ്രില്യൻറ്റ് സ്റ്റഡി സെൻറ്ററിലെ മെൻറ്ററും അതുപോലെ തന്നെ കോർഡിനേറ്ററും ഒക്കെ ഉണ്ടാവും. അവരുടെ തോളോട് തോൾ ചേർന്ന് നിന്ന് എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നതിനൊക്കെ അവരുണ്ടാവും. അപ്പോൾ നമ്മുടെ അജയ് സാറാണ് കോർഡിനേറ്റർ, ഓൺലൈൻ്റെ കോർഡിനേറ്റർ. അപ്പോൾ അജയ് സാറിന് എന്താണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്? ആദ്യമേ തന്നെ അഞ്ജനയോട് കൺഗ്രാജുലേഷൻ പറയുന്നു. ഞാനത് നമ്മളന്ന് എക്സാമിനേഷൻ കഴിഞ്ഞ് ഏകദേശം നമ്മുടെ എക്സ്പെക്റ്റഡ് സ്കോർ നോക്കിയ സമയത്ത് തന്നെ ഏറ്റവും നല്ല മാർക്കുകളിലൊന്ന് ഒരു മാർക്ക് നേടിയ സ്റ്റുഡൻസിൽ ഒരാളാണ്. അപ്പോൾ അതിൽ വലിയ സന്തോഷം അഞ്ജനയോട് ഓൾറെഡി അറിയിച്ചതാണ്. പിന്നെ എന്താണെങ്കിലും ആ കോഴ്സ് തീരുന്ന സമയത്ത് നമുക്കറിയാം ഇതൊരു വലിയ പ്രോസസ്സാണ്. ഞാൻ ഇവരോട് ആദ്യത്തെ മീറ്റിങ്ങിലേ പറയാറുണ്ട്, നമ്മളിപ്പോൾ ജൂണിൽ സ്റ്റാർട്ട് ചെയ്തു, ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒരു ചെറിയ സമയത്തേക്കുള്ളൊരു ഒരു കാര്യമല്ല. ഒരു 10-11 മാസത്തോളം നീണ്ടു നിൽക്കുന്ന വലിയൊരു പ്രോസസ്സാണ്. ശരിക്കും പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ബാക്കി നമ്മളെല്ലാ റിസോഴ്സുകളും പ്രൊവൈഡ് ചെയ്യുന്നു. അതിൻ്റെ യഥാർത്ഥത്തിൽ അതിൻ്റെ യൂസേജ് ഫുള്ള് നിങ്ങൾ സ്റ്റുഡൻസ് ആണ്. പ്രത്യേകിച്ച് ഇവർ ഓൺലൈൻ ആകുമ്പോൾ വീട്ടിലിരുന്നത് കൃത്യമായിട്ട് നമ്മൾ എത്ര ഇൻസ്ട്രക്ഷൻസ് കറക്റ്റായിട്ടൊക്കെ കൊടുക്കുമെന്ന് പറഞ്ഞാലും അത് കൃത്യമായിട്ട് അത് അക്സെപ്റ്റ് ചെയ്ത് അങ്ങനെ അതിനെ കൊണ്ടുപോകാനായിട്ട് സ്റ്റുഡൻസ് അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു തയ്യാറ് വേണം. അപ്പോൾ അത് അങ്ങനെ കൃത്യമായിട്ട് ചെയ്ത് വിജയത്തിലെത്തിയ ആളാണ് അഞ്ജന. അപ്പോൾ അത് ഞാൻ പറയുകയാണെങ്കിൽ ശരിക്കും അങ്ങനെ വരുന്ന ഓരോരുത്തരും അതായത് ഓൺലൈൻ ആയിട്ടുള്ള കോഴ്സ് സെലക്ട് ചെയ്യുന്ന സ്റ്റുഡൻസിനെല്ലാം ശരിക്കും പറഞ്ഞാൽ ഒരു എക്സാമ്പിൾ ആണ്. ഇങ്ങനെ വേണം അത് കൃത്യമായിട്ടുള്ള നമ്മൾ വീട്ടിൽ ഇരുന്നാണ് പഠിക്കുന്നത്. നമ്മുടെ കംഫർട്ട് ഓരോരുത്തർക്കും ഓഫ്ലൈൻ ആണോ ഓൺലൈൻ ആണല്ലോ അതിൻ്റെതായ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ഉണ്ട്. അപ്പോൾ അത്
നമുക്ക് ഏതാണോ കംഫർട്ടബിൾ അത് സെലക്ട് ചെയ്യുമ്പോൾ പിന്നെ ഒരു കൺഫ്യൂഷൻ ഇല്ലാതെ അതിലെ ആ ഒരു പ്രോസസ്സിനെ വിശ്വസിച്ച് കൃത്യമായിട്ട് പോവുക, അത് വിജയം നേടിയെടുക്കുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. അപ്പം അതിന് അഞ്ജനയ്ക്ക് വീണ്ടും ഒരു കൺഗ്രാറ്റുലേഷൻ പറയാം. അപ്പോൾ നിത്യ മിസ്, അപ്പോൾ നമ്മുടെ അഞ്ജനയുടെ ആ ഒരു ജീവിതയാത്രയിൽ എപ്പോഴും കൂടെ ഉണ്ടായിരുന്ന ഒരു ഫാമിലി ആയിട്ട് കൂടെ ഉണ്ടായിരുന്ന ഒരാളാണ് നിത്യ മിസ്. അപ്പം മിസ്സിന് എന്താണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്? റിസൾട്ട് കേട്ടപ്പോൾ ഒരുപാട് സന്തോഷമായി. അപ്പോൾ ആളൊരു രാത്രിയൊക്കെ ആകുമ്പോഴാണ് ഇത് വിളിച്ച് പറയുന്നത്. അപ്പോൾ ഒരു പകുതി ആൾക്കാരൊക്കെ പറഞ്ഞതിന് ശേഷമാണ് അഞ്ജന പറയുന്നത്. അപ്പോൾ പറയുമ്പോൾ ഏറ്റവും നല്ലൊരു മാർക്ക് വിളിച്ച് പറഞ്ഞതിൽ ഒരുപാട് സന്തോഷം. ചെയ്ത വർക്കിനൊക്കെ ഒരു റിസൾട്ട് കിട്ടിയപ്പോൾ കേട്ടതിൽ ഒരുപാട് സന്തോഷം. ആൾ നല്ല ഹാർഡ് വർക്കിംഗ് ആയിരുന്നു. അപ്പോൾ പരീക്ഷയ്ക്കൊക്കെ എന്തെങ്കിലുമൊക്കെ തെറ്റുകളൊക്കെ വരുമ്പോൾ കുറച്ച് സമയം ഒന്ന് സങ്കടപ്പെട്ടിട്ട് പിന്നെ ആ തെറ്റുകളൊക്കെ ശരിയാക്കി അടുത്ത പരീക്ഷയ്ക്ക് ഇത് വരാതിരിക്കാൻ നല്ലപോലെ ശ്രദ്ധിക്കുന്ന ഒരാളായിരുന്നു. മാത്രമല്ല ഇപ്പോൾ ഈ തവണ ബയോളജിയാണ് തെറ്റതെങ്കിൽ അടുത്ത തവണ 3ലും ഒരു തെറ്റ് വരാതിരിക്കാനൊക്കെ ആൾ ശ്രദ്ധിക്കുമായിരുന്നു. പിന്നെ വ്യക്തമായൊരു പ്ലാൻ ഉണ്ടായിരുന്നു, ഈ ഒരു കോളേജാണ് ആഗ്രഹം. അങ്ങനെ ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ട് പഠിക്കുന്ന ഒരാളാണ്. ആൾ പറഞ്ഞ പോലെ ഭയങ്കര സൈലന്റ് ആണ്. അപ്പോൾ നമ്മൾ പറയുന്നത് ഫുള്ള് കേട്ടിട്ട് പിന്നെ കുറേ നേരം കഴിഞ്ഞിട്ട് റിപ്ലൈ ഒക്കെ വരുള്ളൂ. അപ്പോൾ നല്ല ക്ഷമയും നല്ലൊരു ഡെഡിക്കേറ്റഡ് ആയ കുട്ടിയാണ്. അപ്പോൾ നല്ല റിസൾട്ട് കിട്ടിയത് സന്തോഷം. കൺഗ്രാജുലേഷൻ. അപ്പോൾ ഈ ഒരു സമയത്ത് മിസ്സിനെ സംബന്ധിച്ച് എല്ലാ കുട്ടികളെയും വിളിക്കുന്ന കൂട്ടത്തിൽ പെട്ടെന്ന് ഇങ്ങനെ എന്തെങ്കിലും ഓർത്തെടുക്കുന്ന അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ മോളെ കുറിച്ച്? അഞ്ജനയെ കുറിച്ച് പറയുമ്പോൾ അഞ്ജനയ്ക്ക് ആദ്യമേ ഒരു കോളേജ് വേണമെന്ന് ഇങ്ങനെ പറയുമായിരുന്നു. അപ്പോൾ ആദ്യം ആരും വിളിക്കുമ്പോൾ അങ്ങനെ എനിക്ക് ഈ മാർക്ക് വേണമായിരുന്നു, ഇങ്ങനെ ഒരു മാർക്ക് വേണമായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഒരു AFMCയിലേക്ക് എനിക്ക് എത്തണം എന്നുള്ളൊരു അതാണ് ആദ്യം സ്ട്രൈക്ക് ചെയ്തത്. പിന്നെ ആള് പിന്നെ തൃശ്ശൂർ ഭാഷയും കൂടെയാണ്. അപ്പോൾ സംസാരിക്കുമ്പോഴേ ഇടയ്ക്കിടയ്ക്ക് ആ ഒരു ഭാഷയ്ക്ക് ഇങ്ങനെ കയറി വരുമ്പോൾ രസകരമായിട്ടാണ് ടോക്കൊക്കെ പോകുന്നത്. അപ്പോൾ അഞ്ജന, ഇനിയിപ്പോൾ റിസൾട്ടിന് വേണ്ടിയിട്ടുള്ളൊരു വെയിറ്റിംഗ് ആണല്ലേ. ജൂൺ 14 റിസൾട്ട് വരും. അപ്പോൾ മാർക്ക് ഏകദേശം നമുക്കൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ട്, 700 അബവ് നല്ലൊരു സ്കോറിലേക്ക് എത്തുന്ന ഒരു പ്രതീക്ഷയുണ്ട്. അപ്പോൾ ഇനി ഏതാണ് ആഗ്രഹിച്ച ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട്, അങ്ങനെയുള്ള ഒരു സ്വപ്നം കാര്യങ്ങളൊക്കെ മനസ്സിലുണ്ടാവുമല്ലോ? AFMC പോകണമെന്നാണ്. അപ്പോൾ എന്താണ് AFMC ചൂസ് ചെയ്യാൻ പ്രത്യേകിച്ച് എന്തെങ്കിലും പട്ടാളത്തിനോടോ അങ്ങനെ എന്തെങ്കിലും താല്പര്യങ്ങളുണ്ടോ മോൾക്ക്? ഞാൻ ഡോക്ടർ ആവണം എന്ന് അത് ചെറുപ്പം തൊട്ടേ ഉണ്ടായിരുന്നെങ്കിലും 10th കഴിഞ്ഞപ്പോൾ തൊട്ട് ഇതിനെപ്പറ്റി കൂടുതലായിട്ട് സീരിയസ് ആയിട്ട് ചിന്തിച്ച് തുടങ്ങിയപ്പോഴാണ് ഇങ്ങനെ ആംഡ് ഫോഴ്സസിനോടും താല്പര്യം ഉണ്ടായിരുന്നു. അപ്പോൾ രണ്ടും കൂടി ജോയിന്റ് ആയിട്ട് വരുന്ന ഒരു ഏറ്റവും നല്ലൊരു ഓപ്ഷൻ. തീർച്ചയായിട്ടും ഒരു ഡോക്ടർ എന്നതിലുപരി കുറച്ചും കൂടി രാജ്യത്തിന് ഒരു സേവനം എന്നുള്ളൊരു ഓഫീസർ എന്ന നിലയിലേക്ക് എത്തുന്നതിന് വളരെ നല്ല ഒരു ഇതാണ്. അപ്പോൾ നല്ലൊരു അപ്പോൾ AFMCയിൽ അഡ്മിഷൻ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മാർക്ക് മോൾക്ക് ഉണ്ടെന്നാണ് നമ്മളിപ്പോൾ പ്രതീക്ഷിക്കുന്നത്. ബാക്കി ജൂൺ 14 റിസൾട്ട് വന്നതിന് ശേഷം അപ്പോൾ ആഗ്രഹിച്ച ആ ഒരു സ്ഥാപനത്തിലേക്ക് തന്നെ കിട്ടട്ടെ. അപ്പോൾ ഇനി വിക്ടറി ഡേയിൽ നമുക്ക് വീണ്ടും മീറ്റ് ചെയ്യാം, ഫാമിലിയായിട്ട് വരണം. അപ്പോൾ മോളെ ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ. ഓൾ ദി ബെസ്റ്റ്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.